നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designing in the Proudy, Gayatri Designs. Ladies wear, gents wear and kids wear in all categories. Gayatri Designs Wedding Center, Kattapana, Thodupuzha. ജില്ലയിൽ 100 പുതിയ കോവിഡ് രോഗബാധിതർ. 73 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നത് 624 പേർ. പൈനാവ് താന്നിക്കണ്ടം മണിയാറൻകുടി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണത്തിനും കൂടി പ്രാധാന്യമുള്ള വികസന പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ നടപ്പാക്കുന്നതെന്ന് മന്ത്രി ജി സുധാകരൻ. മന്ത്രി KT ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിനു നേരെ പോലീസ് ലാത്തി വീശി. നിരവധി പ്രവർത്തകർക്ക് പരിക്ക്. മാലിന്യ സംസ്കരണ മേഖലയിലെ മികവിന് കട്ടപ്പന നഗരസഭയ്ക്ക് അംഗീകാരം. നഗരസഭയെ സമ്പൂർണ്ണ ശുചിത്വ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിൽ തുടർച്ചയായ 2ാം ദിവസവും കോവിഡ് രോഗബാധിതരുടെ എണ്ണം 3 അക്കത്തിലെത്തി. 73 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സംസ്ഥാനത്ത് പുതിയ 4167 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇടുക്കി ജില്ലയിൽ 100 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചു. 70 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് രോഗബാധയുണ്ടായത്. ഇതിൽ 15 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 28 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും 2 പേർ വിദേശത്തു നിന്നും വന്നവരാണ്. വണ്ടിപ്പെരിയാറിൽ 4 പേരുടെയും കാഞ്ചിയാർ പഞ്ചായത്തിലും തൊടുപുഴയിലും 3 പേരുടെ വീതവും കട്ടപ്പന, കൊച്ചുതോവള, മറയൂർ, ഉടുമ്പൻചോല, വെള്ളിയാമറ്റം, ഉടുമ്പന്നൂർ എന്നിവിടങ്ങളിൽ ഓരോരുത്തരുടെയും രോഗ ഉറവിടമാണ് വ്യക്തമാകാത്തത്. വണ്ടിപ്പെരിയാറിൽ 17 പേർക്കും, ഉപ്പതറയിൽ ഒരു കുടുംബത്തിലെ 4 പേർ ഉൾപ്പെടെ 7 പേർക്കും, കട്ടപ്പന, അടിമാലി എന്നിവിടങ്ങളിൽ 6 പേർക്ക് വീതവും സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു. അയ്യപ്പൻകോവിലിൽ പുറത്തുനിന്നെത്തിയ 11 ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും, വാഴത്തോപ്പിൽ 8 തൊഴിലാളികൾക്കും രോഗം സ്ഥിരീകരിച്ചു. 73 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിലവിൽ 624 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. സംസ്ഥാനത്ത് 4167 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള 926 പേർക്കും, കോഴിക്കോട് 404 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. കൊല്ലം, എറണാകുളം, കണ്ണൂർ, തൃശൂർ എന്നിവിടങ്ങളിൽ രോഗബാധിതരുടെ എണ്ണം 300-ന് മുകളിലാണ്. മലപ്പുറം, ആലപ്പുഴ, പാലക്കാട്, കോട്ടയം ജില്ലകളിൽ 200-ലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 48 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 165 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 3849 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 410 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 2744 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 35724 പേരാണ് രോഗം സ്ഥിരീകരിച്ച ഇനി ചികിത്സയിലുള്ളത്. 90089 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നു. ഏറെയും സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനമായതിനാൽ രോഗികളുടെ എണ്ണവും ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ഇത് കേരളത്തിലെ അതിർത്തി പ്രദേശങ്ങളിലും ആശങ്ക ഉയർത്തുന്നുണ്ട്. തമിഴ്നാട് സർക്കാരിന്റെ ചൊവ്വാഴ്ചത്തെ ഔദ്യോഗിക കണക്ക് പ്രകാരം തേനിയിൽ 3, ഡിണ്ടിഗൽ, വിരുദ്ധനഗർ, തിരുപ്പൂർ എന്നീ ജില്ലകളിൽ ഓരോ മരണവും സ്ഥിരീകരിച്ചു. തേനി ജില്ലയിൽ 160, ഡിണ്ടിഗൽ 181, വിരുദ്ധനഗർ 205, തിരുപ്പൂർ 87 എന്നിങ്ങനെയാണ് ഇതുവരെയുള്ള ആകെ മരണനിരക്ക്. ഇങ്ങനെ 4 ജില്ലകളിലായി 603 മരണങ്ങളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച തേനി ജില്ലയിൽ 81, ദിണ്ടുകളിൽ 61, വിരുദ്ധനഗറിൽ 41, തിരുപ്പൂരിൽ 262 എന്നിങ്ങനെ 445 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 521 പേർ രോഗവിമുക്തി നേടി. ഈ 4 ജില്ലകളിൽ ഇതുവരെ നിലവിലെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 1,00,000 കടന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജില്ലകളിൽ ലോക്ഡൌൺ തുടരുന്നുണ്ടെങ്കിലും ജനങ്ങൾ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുവാൻ കൂട്ടാക്കുന്നില്ല. മുഖാവരണവും സാമൂഹിക അകലവും മിക്ക ഇടങ്ങളിലും പാലിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ സാമൂഹിക വ്യാപനവും വർദ്ധിക്കുകയാണ്. ഉദ്യോഗസ്ഥർക്ക് കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനും ആരോഗ്യ കേന്ദ്രങ്ങളും അടച്ചിടേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട്. ഇത് കേരളത്തിലെ അതിർത്തി മേഖലകളിൽ ആശങ്ക ഉയർത്തുകയാണ്. ഭക്ഷ്യോൽപ്പന്നങ്ങളും നിർമ്മാണ സാമഗ്രികളുമായി നിരവധി വാഹനങ്ങളാണ് അതിർത്തി കടന്ന് ജില്ലയിലേക്ക് എത്തുന്നത്. ഇവിടെ എത്തുന്ന വാഹന ജീവനക്കാർ കച്ചവട സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ സമ്പർക്കം നടത്താറുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും അത്തരത്തിൽ എത്തുന്നവരെ കേരളത്തിൽ ക്വാറന്റൈൻ ചെയ്യാറുമില്ല. ഇത് രോഗവ്യാപനത്തിന് കാരണമാകുന്നതാണ് വിവരം.
പ്രകൃതി സംരക്ഷണത്തിനും കൂടി പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വികസന മുന്നേറ്റമാണ് ജില്ലയിൽ നടപ്പാക്കി വരുന്നതെന്ന് മന്ത്രി ജി സുധാകരൻ ചെറുതോണി ടൗണിൽ പൈനാവ് താന്നിക്കണ്ടം അശോക റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയുടെ പൂർണ്ണമായ വികസനത്തിനും പുരോഗതിക്കും ഉതകുന്നതാണ് ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ മണ്ഡലങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നുണ്ട്. പിന്നോക്ക ജില്ലയായ ഇടുക്കിയിൽ പൊതുമരാമത്ത് വകുപ്പ് പ്രത്യേക പരിഗണന നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. എല്ലാം പൊട്ടി തകരുമ്പോഴേ നമ്മളിതൊക്കെ അറിയുന്നുള്ളൂ. എന്തെല്ലാം ഡാമേജസ് ഇടുക്കിയിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുക, ആവശ്യമുള്ള സ്ഥലമൊക്കെ എടുക്കാൻ പ്രശ്നമൊന്നുമില്ല. പ്രകൃതി മനുഷ്യന് വേണ്ടിയാണ്. അത് തൊടാൻ പാടില്ല. ഒരു മരച്ചിന്റെ പോലും തൊടാൻ ആ വാദമൊന്നും സമൂഹത്തിന് എല്ലാത്തിനും അതിൻ്റെതായ സ്ഥാനം കൊടുത്തുകൊണ്ട്. യോഗത്തിന് അധ്യക്ഷത വഹിച്ച റോഷി അഗസ്റ്റിൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകൾ രൂപപ്പെടുത്തുക എന്നത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണെന്ന് MLA പറഞ്ഞു. പുതിയ കാലം പുതിയ നിർമ്മാണം എന്ന കാഴ്ചപ്പാടിൽ പ്രളയ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പൈനാവ് താന്നിക്കണ്ടം അശോക റോഡിന്റെ നിർമ്മാണം നടത്തുന്നത്. പൈനാവിൽ നിന്ന് ആരംഭിച്ച് താന്നിക്കണ്ടം, മണിയാറൻകുടി, മുളകുവള്ളി എന്നിവിടങ്ങളിൽ കൂടി അശോക കവരിയിൽ എത്തിച്ചേരുന്ന 21 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയാണിത്. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ പൗലോസ് മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റെജി മുക്കാട്ട്, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM സെലിൻ, KSRTC ഡയറക്ടർ ബോർഡ് അംഗം CV വർഗീസ്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ലിസമ്മ സാജൻ, ടിൻഡു സുഭാഷ്, സുരേഷ് PS, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിനി മാത്യു, ജനപ്രതിനിധികൾ, വിവിധ സാമൂഹിക രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മന്ത്രി KT ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിനു നേരെ പോലീസ് ലാത്തി വീശി. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. മന്ത്രി KT ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട നെടുങ്കണ്ടം സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിന് നേരെയാണ് പോലീസ് ലാത്തി വീശിയത്. നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുമിളി മൂന്നാർ സംസ്ഥാന പാത ഉപരോധിച്ചു. ഉപരോധത്തിനിടെ യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മുകേഷ് മോഹനനെ പോലീസ് വസ്ത്രാക്ഷേപം നടത്തി. റോഡ് ഉപരോധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. പ്രതിഷേധത്തിനിടെ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് NS ന്യൂസൂർ ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണ മേഖലയിലെ മികവിന് കട്ടപ്പന നഗരസഭയ്ക്ക് അംഗീകാരം. നഗരസഭയെ സമ്പൂർണ്ണ ശുചിത്വ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം നടന്നു. 5 വർഷമായി മാലിന്യ സംസ്കരണ മേഖലയിൽ ഏർപ്പെടുത്തിയ ഫലപ്രദമായ നടപടികളുടെ അടിസ്ഥാനത്തിലാണ് ശുചിത്വ പദവിക്ക് കട്ടപ്പന നഗരസഭ അർഹമായത്. സംസ്ഥാന സർക്കാരിന്റെ മാനദണ്ഡപ്രകാരം ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തിൽ ഹരിത കേരള മിഷൻ പ്രതിനിധികൾ, ക്ലീൻ കേരള കമ്പനി പ്രതിനിധികൾ, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർമാർ, കുടുംബശ്രീ ജില്ലാ മിഷൻ എന്നിവരടങ്ങുന്ന ജില്ലാതല ഏകോപന സമിതി എന്നിവർ ആവശ്യമായ പരിശോധനകൾ നടത്തി ശുപാർശ ചെയ്തതിനെ തുടർന്നാണ് നഗരസഭ ശുചിത്വ പദവിയിലേക്ക് എത്തിയത്. സമ്പൂർണ്ണ ശുചിത്വ പദവി പ്രഖ്യാപനം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ച് ചെയർമാൻ ജോയി പെട്ടിക്കുഴി നിർവഹിച്ചു. നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഓരോ സ്ഥലവും എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടേക്കാളൊക്കെ വളരെ മെച്ചമായ ഒരു ശുചിത്വ നിലവാരം നമ്മുടെ നഗരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കത് നിലനിർത്തി പോകാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. എല്ലാ മാസവും നമ്മൾ വീടുകളിൽ കൂടി 5-ാം തീയതിക്കും 10-ാം തീയതിക്കും ഇടയ്ക്ക് ഹരിതകർമ്മ സേനയുടെ ആളുകൾ വീട്ടിൽ പോയി
പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുന്നുണ്ട്. നമ്മൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് നമ്മുടെ ഷെഡിംഗ് യൂണിറ്റിൽ കൊണ്ടുപോയി അതിന്റെ പ്രോസസ്സിംഗ് നമ്മൾ നടത്തുന്നു. അങ്ങനെ പൊടിച്ചു വരുന്ന പ്ലാസ്റ്റിക് നമ്മൾ ക്ലീൻ കേരള കമ്പനിക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ GS മധു മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭയിലെ 34 വാർഡുകളിലും നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേന രൂപീകരിച്ചതും അജൈവ മാലിന്യ ശേഖരണം ആരംഭിച്ചതും പ്രധാന നേട്ടമാണ്. ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രഖ്യാപന യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ടെസി ജോർജ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർമാരായ മനോജ് മുരളി, ലീലാമ ഗോപിനാഥ്, എമിലി ചാക്കോ, സിബി പാറപ്പായി, ഗിരീഷ് മാലിയിൽ, സെക്രട്ടറി സന്തോഷ് മാമ്പള്ളി, ഹെൽത്ത് ഇൻസ്പെക്ടർ ആറ്റ്ലി പി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ വെച്ച് ശുചീകരണ തൊഴിലാളികളെ ആദരിച്ചു. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഡോക്യുമെന്ററി മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോൺഗ്രസ് ജോസ് വിഭാഗം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 25-ന് ജില്ലയിൽ തുടർ സമരങ്ങൾ ആരംഭിക്കും. ഭൂപതിവ ചട്ടങ്ങളിൽ നിയമ ഭേദഗതി നടപ്പിലാക്കുക, നാണ്യവിളകൾക്ക് അടിസ്ഥാന വില ഉറപ്പാക്കുക, മൊറട്ടോറിയം കാലഘട്ടത്തിലെ പലിശ ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിക്കുന്നത്. ആദ്യഘട്ടമായി കളക്ടറേറ്റ് പടിക്കലും തുടർന്നുള്ള ദിവസങ്ങളിൽ താലൂക്ക് വില്ലേജ് ഓഫീസ് പടിക്കലും ധർണ സംഘടിപ്പിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ MLA അറിയിച്ചു. പക്ഷേ കേരള കോൺഗ്രസ് എന്നൊരു കർഷക പ്രസ്ഥാനം ഇത് ഓർമ്മിപ്പിക്കാനും ഇത് നടപ്പിലാക്കുന്നതിനും ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും വീണ്ടും വീണ്ടും ഞങ്ങൾ നടപടി സ്വീകരിച്ചുകൊണ്ട് വരുന്നത് ഒരു പാർട്ടി എന്ന നിലയിൽ അനിവാര്യമാണ്. കഴിഞ്ഞ 10 ദിവസമായി ജോലിക്കിറങ്ങാൻ കഴിയാത്തതിൽ പ്രതിഷേധവുമായി വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ. കണ്ടെയ്ൻമെന്റ് സോണായ വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് മേഖലയിലെ തൊഴിലാളികളോട് ജോലിക്കെത്തേണ്ടെന്ന് മാനേജ്മെന്റ് നിർദ്ദേശിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് എസ്റ്റേറ്റിലെ മുഴുവൻ തൊഴിലാളികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ ഇഞ്ചിക്കാട് ഉൾപ്പെടുന്ന 4 വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണായി ഇടുക്കി ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചത്. ഇതിൽ 9ാം വാർഡ് ഇഞ്ചിക്കാട് തോട്ടം മേഖലയാണ്. കണ്ടെയ്ൻമെന്റ് മേഖലയാക്കിയതോടെ കഴിഞ്ഞ 10 ദിവസമായി ഇവിടങ്ങളിലുള്ള 40ഓളം തൊഴിലാളികൾ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലായി. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം നടന്ന കോവിഡ് പരിശോധനയിൽ പങ്കെടുത്തവർക്ക് പരിശോധനാ ഫലം നെഗറ്റീവായിട്ടും ജോലിക്കെത്താൻ കഴിയാത്തതിൽ പ്രതിഷേധിച്ചാണ് രാവിലെ മസ്റ്റർ ഓഫീസിന് മുന്നിൽ 40ഓളം തൊഴിലാളികൾ പ്രതിഷേധവുമായി എത്തിയത്. തുടർന്ന് മറ്റുള്ള തൊഴിലാളികളും തൊഴിലാളി സംഘടനാ പ്രതിനിധികളും മാനേജ്മെന്റുമായി ചർച്ച നടത്തി. ചർച്ചയിൽ പ്രശ്നത്തിന് പരിഹാരം കാണാനാകാതായതോടെ എസ്റ്റേറ്റിലെ മുഴുവൻ തൊഴിലാളികളും ജോലിക്കിറങ്ങുന്നില്ല എന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു. വരുന്ന 3 ദിവസത്തിനുള്ളിൽ കണ്ടെയ്ൻമെന്റ് സോണിൽ കഴിയുന്ന തൊഴിലാളികളെ പരിശോധിച്ച് അവരുടെ ഫലം വരുന്നതുവരെ കാത്തിരിക്കാനാണ് മറ്റു തൊഴിലാളികളുടെ തീരുമാനം. ഇതിനിടയിൽ എസ്റ്റേറ്റ് മാനേജ്മെന്റ് കഴിഞ്ഞ 10 ദിവസമായി തൊഴിലാളികളെ തിരിഞ്ഞു നോക്കിയില്ലെന്ന പരാതിയുമുണ്ട്. മേരികുളം തോണിത്തടി മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ് കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തി നശിപ്പിക്കുന്നത്. നിരവധി തവണ അധികാരികളെ വിവരമറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. മേരികുളം തോണിത്തടി മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായിട്ട് നാളുകളേറെയായി. ഏലം, കാപ്പി, കുരുമുളക് തുടങ്ങിയ കൃഷിവിളകൾ മുഴുവനും കാട്ടുപന്നികൾ കൂട്ടമായി എത്തി നശിപ്പിക്കുകയാണ്. കൃഷിയെ മാത്രം ഉപജീവനമാർഗമാക്കി ജീവിതം നയിക്കുന്ന ആളുകൾ ഇതോടെ പ്രതിസന്ധിയിലുമായി. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു. വനമേഖല, ഈ പ്രദേശം വനമേഖലയില്ലതാനും ഈ കാപ്പിത്തോട്ടത്തിൽ നിന്ന് ഒക്കെ ഇറങ്ങി വരുന്ന പന്നികളാണ്. പന്നി കൂട്ടത്തോടെ രാത്രിയാകും വന്ന് കൃഷികളെ ഏലം ഇങ്ങനെ മാന്തി വെച്ച് കഴിഞ്ഞാൽ അത് നശിച്ചു പോകണം. ഇതെല്ലാം രണ്ടാമത് വീണ്ടും കൃഷി ചെയ്ത ഏലങ്ങളാണ് ഇതുപോലെ പോയിട്ട്. ഇപ്പം വീണ്ടും ഇതുപോലെ ഒന്ന് കൊടികൾ ചൂടുകൾ മാന്തി മറ്റേ നമ്മളെ കാർഷിക വിളകളായ ഈ ചേമ്പും ചേനയൊന്നും നടാത്ത അവസ്ഥയിലേക്ക് മാറി. വാഴ ഒന്നുമില്ലെങ്കിൽ വാഴ കളയും, ഏത്തവാഴ, ഞാലിപ്പൂമ്പാഴ വേരം കളയുന്ന അവസ്ഥയിലേക്ക് നീക്കി. അതിനൊരു ശാശ്വതമായ പരിഹാരം സർക്കാരിൽ നിന്നുണ്ടാകണം. ഏലം, കാപ്പി, കുരുമുളക് എന്നിവയ്ക്ക് പുറമെ ഇടവിളയായി കൃഷി ചെയ്യുന്ന ചേന, ചേമ്പ്, വാഴ മുതലായവയും കാട്ടുപന്നികൾ നശിപ്പിക്കുകയാണ്. രാത്രികാലങ്ങളിലുള്ള കാട്ടുപന്നികളുടെ ആക്രമണം മൂലം ഭീതിയോടെയാണ് പ്രദേശവാസികൾ കഴിയുന്നത്. എത്രയും വേഗം അധികൃതരുടെ ഭാഗത്തു നിന്നും പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള നടപടികൾ ഉണ്ടാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടയിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ വീട് അപകടാവസ്ഥയിൽ. മാട്ടുക്കട്ട വേണാട്ട് ജയ്ജുവിന്റെ വീടാണ് അപകടാവസ്ഥയിലായത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ വീട് അപകടാവസ്ഥയിലായത്. കുറച്ചുനാൾ മുമ്പ് ഇതേ ഭാഗത്ത് മണ്ണിടിയുകയും പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ മണ്ണെടുത്തു മാറ്റുകയും ചെയ്തിരുന്നു.
എന്നാൽ മഴ ശക്തി പ്രാപിച്ചതോടെ വീണ്ടും മണ്ണിടിയുകയായിരുന്നു. മണ്ണിടിച്ചിലിൽ വീടിന് വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. നിരവധി തവണ അധികൃതരെ വിവരമറിയിച്ചിട്ടും യാതൊരുവിധ സഹായവും ഉണ്ടായിട്ടില്ല എന്ന് ജയ്ജു പറയുന്നു. ഞാൻ ആദ്യം ഇവിടെ ഈ തിട്ടയെല്ലാം ഇടിഞ്ഞ് ഇവിടെ ഇപ്പം വീണ്ടും ഇരിക്കുകയാണ്. ആദ്യം ഒന്ന് എല്ലാവരും കൂടി വന്ന് കോരി മാറ്റി തന്ന് സഹായിച്ചതാണ്. വീണ്ടും ഇന്നത്തെ മഴയ്ക്ക് വീണ്ടും ഇടിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഇടിഞ്ഞപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനോടെല്ലാം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നുവരെ എന്നോട് ചോദിക്കുകയോ വീട് എടുത്ത് മാറ്റിയോ ഒന്നും ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. അത് പിന്നെ ഇപ്പോൾ ഇന്ന് ഇടിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഭിത്തിയെല്ലാം വീണ്ടും വിള്ളലായി. ആകപ്പാടെ താമസിക്കാൻ മേല. ഞാനൊരു ഹോട്ടലിൽ ജോലിക്ക് പോകുന്ന ഒരാളാണ്. കാരണം എനിക്ക് പുതിയൊരു പെര വെക്കാനോ വേറെ ഇവിടുന്ന് മാറി താമസിക്കാനുള്ള യാതൊരു നിവൃത്തിയുമില്ല. മാട്ടുക്കട്ടയിലെ ഒരു ഹോട്ടലിലെ ജീവനക്കാരനാണ് ജയ്ജു. വീടിന് വിള്ളലുകൾ രൂപപ്പെട്ടതോടെ ഭീതിയോടെയാണ് ഈ കുടുംബം ഇവിടെ കഴിയുന്നത്. അധികാരികളുടെ ഭാഗത്തു നിന്നും തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. ദേവികുളം KDH വില്ലേജിൽ നിന്നും ചട്ടവിരുദ്ധമായി 110 കൈവശാവകാശ രേഖകൾ നൽകിയ സംഭവത്തിൽ തെളിവെടുപ്പിനായി നിയമിച്ച 5-അംഗ സംഘം കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ചട്ടവിരുദ്ധമെന്ന് കണ്ടെത്തിയ കൈവശാവകാശ രേഖകൾ പൂർണ്ണമായും റദ്ദു ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയതായി കളക്ടർ H. ദിനേശൻ പറഞ്ഞു. കഴിഞ്ഞ ഓഗസ്റ്റ് 5-നാണ് ഡെപ്യൂട്ടി കളക്ടർ PJ സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘത്തെ തെളിവെടുപ്പിനായി നിയമിച്ചത്. ദേവികുളം താലൂക്ക് ഓഫീസിൽ വിവിധ ദിവസങ്ങളിലായി നടന്ന സിറ്റിംഗിൽ കൈവശരേഖ കൈവശമുള്ളവരിൽ നിന്ന് സംഘം നേരിട്ട് തെളിവെടുത്തു. വിവിധ അന്വേഷണ സംഘങ്ങൾ വ്യാജമെന്ന് കണ്ടെത്തിയ രേഖകൾ റദ്ദാക്കുന്നതിന് മുന്നോടിയായിട്ടാണ് തെളിവെടുപ്പ് നടത്തിയത്. 110 എണ്ണത്തിൽ 18 പേരുടെ തെളിവെടുപ്പ് ജൂലൈ 23-ന് കളക്ടർ H. ദിനേശൻ വീഡിയോ കോൺഫറൻസ് വഴി നടത്തിയിരുന്നു. ബാക്കിയുള്ളവരുടെ തെളിവെടുപ്പാണ് സംഘം നടത്തിയത്. ദേവികുളം, കുണ്ടല, മാട്ടുപ്പെട്ടി എന്നിവിടങ്ങളിലായി സർക്കാർ ഭൂമി കയ്യേറിയ 110 പേർക്ക് KDH വില്ലേജിൽ നിന്ന് ചട്ടവിരുദ്ധമായി കൈവശാവകാശ രേഖകൾ നൽകിയതായി വിവിധ അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതുവഴി കോടികൾ വിലമതിക്കുന്ന 9 ഏക്കർ സർക്കാർ ഭൂമിയാണ് കയ്യേറ്റക്കാർ തട്ടിയെടുത്തത്. സംഭവത്തിൽ ഡെപ്യൂട്ടി തഹസിൽദാരടക്കം 5 ഉദ്യോഗസ്ഥരെ കളക്ടർ മെയ് മാസത്തിൽ സസ്പെൻഡ് ചെയ്തിരുന്നു. സംഭവത്തിൽ ഉൾപ്പെട്ട 5 ഉദ്യോഗസ്ഥർക്ക് എതിരെ കൂടി നടപടി ആവശ്യപ്പെട്ടും വിജിലൻസ് അന്വേഷണത്തിനും വിവിധ അന്വേഷണ സംഘങ്ങൾ നൽകിയ റിപ്പോർട്ടിൽ ശുപാർശയുമുണ്ട്. KDH വില്ലേജിൽ അനധികൃതമായി കൈവശാവകാശ രേഖ നൽകിയതിൽ റവന്യൂ വകുപ്പ് നടപടി സ്വീകരിച്ചതോടെ കുടിയിറക്ക് ഭീഷണിയിലാണ് 3 കോളനിയിലെ 67ഓളം നിർധന കുടുംബങ്ങൾ. K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സർക്കാർ സഹായത്താൽ വീട് വെച്ച് വർഷങ്ങളായി താമസിക്കുന്നവരാണ് കുടിയിറക്ക് ഭീഷണി നേരിടുന്നത്. 1977-ൽ K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തോട്ടം തൊഴിലാളികൾക്ക് 6000 രൂപ വീതം ധനസഹായം നൽകി നിർമ്മിച്ച വീടുകളാണ് ഇവിടെയുള്ളത്. എന്നാൽ ഇവരുടെ 5 സെന്റിനും 10 സെന്റിനും ഇതുവരെ പട്ടയം ലഭിച്ചിട്ടില്ല. പതിറ്റാണ്ടുകളായി താമസിക്കുന്ന ഇവർ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് മുമ്പിൽ പട്ടയത്തിനായി അപേക്ഷ നൽകി പ്രതീക്ഷയോടെ കാത്തിരിക്കും. എക്കാലവും നിരാശയാണ് ഫലം. ഈ KDH വില്ലേജിൽ മാത്രം ദേവികുളം, മൂന്നാർ, സാണ്ടോസ്, മറ്റ് അന്തോണിയാർക്കാളിൽ ഇപ്പിടിപ്പെട്ട പാവപ്പെട്ട മക്കൾ താമസിക്കുന്ന സ്ഥലത്തിൽ ഇവർക്ക് പട്ടയം കൊടുക്കാനായിട്ടും ഒന്നില്ല. കാരണം കണ്ട ഈ ദേവികുളത്തുള്ള ആക്ട് മാത്രം 164-93 ആക്ട് മാറ്റിനാൽത്താൻ ഇവിടുത്തെ ഉള്ളവർക്ക് പട്ടയം കൊടുക്കണമെന്ന് ചൊല്ലി സർക്കാർ ഉത്തരവ് പറഞ്ഞുകൊണ്ടേ കാളകാലമായിട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് KDH വില്ലേജിൽ നിന്ന് നൽകിയ 110 കൈവശാവകാശ രേഖകൾ അനധികൃതമാണെന്ന് കണ്ടെത്തിയത്. ഇതിൽ 67 പേരും മൂന്നാർ, സാന്റോസ്, ദേവികുളം എന്നീ കോളനികളിൽ അഷ്ടിക്ക് വകയില്ലാതെ കഴിയുന്ന നിർധന കുടുംബങ്ങളാണ്. 86 ഇവിടെ വന്ന് കയറിയിട്ടാണ്. ഇന്നവരെ ഞങ്ങൾക്ക് പട്ടയം കിട്ടിയിട്ടില്ല. 6000 ലോൺ എടുത്ത് വീട് വെച്ച് ഗവൺമെന്റ് വീട് വെച്ചു. ரொம்ப கஷ்டப்பட்டுக்கிட்டா இருக்கிறேன். ஒரு சாணி எனக்கு கிடைக்கவும் இல்லை, நான் இது வரைக்கும் வாங்கவும் இல்லை. 87 വീട് கிடைச்சது. நான் അതിന്റെ താമസം ഇങ്ങനെ இருக்கேன். 4 തലമുറയായി താമസിക്കുന്നയിടം ഇന്ന് ഇവർക്ക് സ്വന്തമെന്ന് പറയുവാൻ പറ്റില്ല. അധികൃതരുടെ കനിവുണ്ടാകണമെന്ന അപേക്ഷയാണ് ഇവർക്കുള്ളത്. KST എംപ്ലോയീസ് സംഘ് BMS കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. വെള്ളയാങ്കുടി KSRTC ഡിപ്പോയിൽ നടന്ന പരിപാടി ജില്ലാ വൈസ് പ്രസിഡന്റ് PV ജോണി ഉദ്ഘാടനം ചെയ്തു. KSRTC ജീവനക്കാരുടെ ശമ്പളം പിടിച്ചെടുക്കുന്നതിനെതിരെയാണ് പ്രതിഷേധ ധർണ നടത്തിയത്. ശമ്പള പരിഷ്കരണം പോലും നടത്താതെ ജീവനക്കാരിൽ നിന്ന് ശമ്പളം ബലമായി പിടിച്ചെടുക്കുന്ന നടപടി പിൻവലിച്ചില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുമ്പോട്ടു പോകുമെന്ന്
BMS ഇടുക്കി ജില്ലാ പ്രസിഡന്റ് PV ജോണി പറഞ്ഞു. സാധാരണപ്പെട്ട ഒരാളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ മനസ്സിലാക്കും എന്നുള്ള കാര്യത്തിൽ അറിയത്തില്ല. പക്ഷേ ഓരോ KSRTC തൊഴിലാളികളും അവരുടെ ശമ്പളത്തിൽ നിന്ന് 6 ദിവസം ശമ്പളം പിടിച്ചെടുത്താൽ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശമ്പള പരിഷ്കരണമോ DAയോ വർഷങ്ങളായിട്ട് കുടിശ്ശിക നിൽക്കുന്ന നമ്മളിൽ നിന്ന് ഈ പൈസ പിടിച്ചെടുക്കുമ്പം ഒരു കാരണവശാലും ജീവിച്ച് മുമ്പോട്ട് പോകാൻ മേലാത്തൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അത് സർക്കാർ മനസ്സിലാക്കാത്തിടത്തോളം കാലം KSTS BMS ശക്തമായ പ്രതിഷേധമായിട്ട് മുമ്പോട്ട് പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ധർണാ സമരത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് AD വിനു, യൂണിറ്റ് സെക്രട്ടറി PK പ്രകാശ്, KSRTC ജീവനക്കാരായ ആന്റണി ജോസഫ്, തോമസ് മാത്യു, ജോസഫ് VM തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്തു. ഭൂപതിവ് നിയമത്തിലെ നീതി നിഷേധിക്കുന്ന നിയമങ്ങൾ മാറ്റണമെന്ന ജില്ലാ പഞ്ചായത്ത് അംഗം CV സുനിത. കേരള കോൺഗ്രസ് നടത്തുന്ന റിലേ സത്യാഗ്രഹത്തിന്റെ 25ാം ദിവസത്തെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് ചെറുതോണിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. നീതി നിഷേധിക്കുന്ന നിയമങ്ങൾ മാറ്റണമെന്ന് കേരള വനിതാ കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ CV സുനിത ആവശ്യപ്പെട്ടു. ഭൂപതിവ് നിയമ ഭേദഗതി ആവശ്യപ്പെട്ട കേരള കോൺഗ്രസ് റിലേ സത്യാഗ്രഹത്തിന്റെ 25ാം ദിവസത്തെ സമരം ചെറുതോണിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ജനങ്ങൾക്ക് വേണ്ടി PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് ഏറ്റെടുത്ത സമരം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞതായും സമരങ്ങളെ പരിഹസിച്ചിട്ടുള്ളവരും ജനവികാരം ഉൾക്കൊണ്ട സമരങ്ങളിലേക്ക് വരുന്നതായും CV സുനിത പറഞ്ഞു. 14 ജില്ലയുള്ള ഈ സംസ്ഥാനത്ത് ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ മാത്രം നല്ല രീതിയിൽ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ആരാണ് തടസ്സം നിൽക്കുന്നത്? തീർച്ചയായിട്ടും ഇവിടെയുള്ള ആളുകളും സാധാരണ പൗരന്മാരാണ്. നമുക്കറിയാം ഈ ചട്ടം ഭേദഗതി ചെയ്യേണ്ട ആവശ്യകത. ഈ ചട്ടം ഭേദഗതി ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ചെറുതോണിയിലെ വിവിധ കെട്ടിടങ്ങൾ ആരുടെയെങ്കിലും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലംപരിശാക്കുന്നതാണ്. മരടിലൊക്കെ സംഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും നമ്മൾ ചാനലുകളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ്. കേരള കോൺഗ്രസ് കുടയത്തൂർ മണ്ഡലം പ്രസിഡന്റ് തോമസ് മുണ്ടയ്ക്കപ്പടവിൽ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷ വിജയൻ, പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ TC ചെറിയാൻ, സാജു പുത്തൻപുര, ഷൈജൻ കമ്പകത്തുങ്കൽ, മാത്യു കൊള്ളിക്കളവിൽ, സന്തോഷ് കീന്തനാനിക്കൽ, ജിൽസ് മുണ്ടയ്ക്കൽ, തോമസ് കണിയാമ്പുറത്ത് എന്നിവരാണ് സത്യാഗ്രഹം അനുഷ്ഠിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചിത്രേസ്യ പൌലോസ്, വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് VM സെറിൻ എന്നിവരും യോഗത്തിൽ സംസാരിച്ചു. കുട്ടിക്കാനം MRS സ്കൂളിൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പുതിയതായി ട്രീറ്റ്മെന്റ് സെന്റർ ആരംഭിച്ചിരിക്കുന്നത്. പീരിമേട് പഞ്ചായത്തിലെ കുട്ടിക്കാനത്ത് പ്രവർത്തിക്കുന്ന മോഡേൺ റെസിഡൻഷ്യൽ സ്കൂളാണ് കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററായി പ്രവർത്തനം ആരംഭിച്ചത്. ഇതോടെ 5 ട്രീറ്റ്മെന്റ് സെന്ററുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് പുതിയ ട്രീറ്റ്മെന്റ് സെന്റർ ആരംഭിച്ചത്. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദിനേശൻ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. പീരിമേട് താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോജ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച വിശദീകരണവും ജീവനക്കാർക്ക് പരിശീലനവും നൽകി. ഉദ്ഘാടന യോഗത്തിൽ പീരിമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S പ്രവീണ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ബീനാമ ജേക്കബ്, അന്നരാജ്, CPI പ്രതിനിധി R വിനോദ്, പഞ്ചായത്ത് സെക്രട്ടറി അനിൽകുമാർ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. കാഞ്ചിയാറിൽ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭവന സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. സെപ്റ്റംബർ 24-നാണ് മുഖ്യമന്ത്രി ഓൺലൈനിലൂടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയായ ലൈഫ് മിഷൻ 3ാം ഘട്ടമായാണ് ഭൂരഹിത ഭവനരഹിതർക്ക് വീടോ ഭവന സമുച്ചയങ്ങളോ നിർമ്മിച്ചു നൽകുന്നത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ 233 സെന്റ് സ്ഥലത്ത് 44 ഭവനങ്ങളടങ്ങിയ സമുച്ചയമാണ് നിർമ്മിക്കുന്നത്. 7 കോടിയോളം രൂപ മുതൽ മുടക്കിയാണ് ലെപ്പക്കട വെങ്ങാലൂർ കടയിൽ ഭവന സമുച്ചയം പണി കഴിപ്പിക്കുന്നത്. ഡൽഹി ആസ്ഥാനമായ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ കോവിഡ് മാനദണ്ഡങ്ങളോട് കൂടിയായിരിക്കും ഉദ്ഘാടന ചടങ്ങ് നടക്കുക. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ആലോചനാ യോഗം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചിയാർ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നം വീടാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുന്തോറും ഈ ഭവന നിർമ്മാണ പദ്ധതികളെല്ലാം വളരെയേറെ ജനകീയമായി മാറുകയും വളരെയേറെ ആകർഷകമായി മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്.
കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VR ശശി, വൈസ് പ്രസിഡന്റ് ജലജ വിനോദ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി PT ശൈലജ, രാഷ്ട്രീയ നേതാക്കൾ കൂടാതെ റവന്യൂ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. 2019-20 അധ്യയന വർഷം SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് കട്ടപ്പന നഗരസഭ ആദരവ് നൽകുന്നു. ഒക്ടോബർ 1-ാം തീയതി നഗരസഭ കാര്യാലയത്തിൽ വെച്ചാണ് ആദരിക്കൽ ചടങ്ങ് നടക്കുക. കട്ടപ്പന നഗരസഭയിലെ സ്ഥിരതാമസക്കാരായ വിദ്യാർത്ഥികൾക്കാണ് മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ നഗരസഭ ആദരവ് നൽകുന്നത്. ഒക്ടോബർ 1-ാം തീയതി 11 മണിക്ക് നഗരസഭ ഓഡിറ്റോറിയത്തിൽ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയുടെ അധ്യക്ഷതയിലാണ് അനുമോദന സമ്മേളനം ചേരുക. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ +2 വിദ്യാർത്ഥികളെ MP ഡീൻ കുര്യാക്കോസും SSLC വിദ്യാർത്ഥികളെ ഇടുക്കി MLA റോഷി അഗസ്റ്റിനും അനുമോദിക്കും. അവരുടെ മാർക്ക്ഷീറ്റിന്റെ കോപ്പിയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വാർഡ് കൗൺസിലറുടെ സാക്ഷ്യപത്രവും ഉൾപ്പെടെയാണ് അവർ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ ഈ മാസം 25-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായി മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ട് ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. അർഹരായ വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വാർഡ് കൗൺസിലറുടെ സാക്ഷ്യപത്രം എന്നിവ സഹിതം 25-ാം തീയതി 3 മണിക്ക് മുൻപ് നഗരസഭ ഫ്രണ്ട് ഓഫീസിലോ അതാത് വാർഡ് കൗൺസിലറുടെ പക്കലോ ഏൽപ്പിക്കേണ്ടതാണ്. വാർത്താ സമ്മേളനത്തിൽ നഗരസഭ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെന്നി കല്ലുപുരയിടം എന്നിവർ പങ്കെടുത്തു. കാഞ്ചിയാർ സ്വരാജ് തേവർഘാട്ടിൽ ഈറ്റക്കുന്നേൽപ്പടി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 2019-2020 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. തുടർന്ന് ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ചാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സിറിയക് തോമസ് നിർവഹിച്ചു. 2019-2020 സാമ്പത്തിക വർഷം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ 10 ലക്ഷം രൂപ അനുവദിച്ചത്. വളരെ ദുർഘടമായിട്ടുള്ള ഒരു റോഡാണിത്. ഞാൻ ഇതിനു മുമ്പ് ഇവിടുത്തെ ആളുകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇവിടെ വരികയും ഈ റോഡിന്റെ അവസ്ഥ കണ്ട് ബോധ്യപ്പെട്ടാണ് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് പണി നടക്കേണ്ട സ്ഥലത്ത് 10 ലക്ഷം രൂപ അനുവദിച്ചത്. 10 ലക്ഷം രൂപ നമ്മൾ കോൺക്രീറ്റിനാണ് അനുവദിച്ചിരിക്കുന്നത്. ഇന്ന് കോൺട്രാക്ടർമാർ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു 2 ആഴ്ചക്കകം നമുക്ക് പണി പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. ഏകദേശം 2 ആഴ്ച കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് തീരുമാനം. ഉദ്ഘാടന യോഗത്തിൽ മുൻ പഞ്ചായത്ത് അംഗം VK കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോയി ഈഴക്കുന്നേൽ, സണ്ണി കക്കുഴിയിൽ, കുട്ടിച്ചൻ തുരുത്തിയിൽ, റോയി എവറസ്റ്റ്, അപ്പച്ചൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രദേശവാസികളുടെ ഏറെ നാളത്തെ യാത്രാക്ലേശത്തിനാണ് പരിഹാരമാകുന്നത്. ഐക്യ മലയാള പ്രസ്ഥാനം നടത്തിവരുന്ന ഓൺലൈൻ സമരത്തിന് പിന്തുണയേറുന്നു. മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരത്തിന് ഐക്യദാർഢ്യമർപ്പിച്ച ഹൈറേഞ്ചിലെ ചിത്രകാരന്മാരും രംഗത്തെത്തി. LP UP പരീക്ഷയിൽ മലയാളത്തെ ഒരു വിഷയമായി ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ചാണ് മലയാള ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഐക്യ മലയാളം പ്രസ്ഥാനം കേരളമൊട്ടാകെ ഓൺലൈൻ സമരം ആരംഭിച്ചത്. കേരളമൊട്ടാകെ സംഘടിപ്പിക്കുന്ന മാതൃഭാഷ അവകാശ സമരത്തിന് ഐക്യദാർഢ്യമർപ്പിച്ചാണ് ഇടുക്കിയിലെ ചിത്രകലാകാരന്മാർ ചിത്രങ്ങൾ വരച്ചത്. PSCയുടെ മാതൃഭാഷയോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച മുഖ്യമന്ത്രിക്ക് ഭീമഗർജി നൽകുന്നതിനോടൊപ്പം പ്രൊഫൈൽ ചിത്രം മാറ്റിക്കൊണ്ടുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനും നടന്നുവരികയാണ്. ജില്ലയിലെ പ്രൊഫഷണലും ആംചറുമായ ചിത്രകാരന്മാർ സമരത്തിൽ അണിചേർന്നു. മലയാള ഐക്യവേദിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്ക് പേജിലും ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി അരുൺ സെബാസ്റ്റ്യൻ പറഞ്ഞു. തോപ്രാംകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നാളെ നടക്കും. വൈദ്യുതി വകുപ്പ് മന്ത്രി M. മണി ഉദ്ഘാടനം നിർവഹിക്കും. കേരള സർക്കാർ അനുവദിച്ച 1,70,00,000 രൂപ മുതൽ മുടക്കിയാണ് തോപ്രാംകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ മന്ദിരം നിർമ്മിക്കുന്നത്. നാളെ 11 മണിക്ക് സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന ഉദ്ഘാടന യോഗത്തിൽ ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിക്കും. വൈദ്യുതി വകുപ്പ് മന്ത്രി M. മണി ഉദ്ഘാടനം നിർവഹിക്കും. തോപ്രാംകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ബഹുമാനപ്പെട്ട കേരള സർക്കാരിന് അനുവദിച്ച 1,70,00,000 രൂപ ഉപയോഗിച്ച് 3 നിലകളിലായി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നിർമ്മിക്കുന്ന പുതിയ മന്ദിരത്തിന്റെ തറക്കല്ലിടിയിൽ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള വൈദ്യുതി വകുപ്പ് മന്ത്രി M. മണി നാളെ രാവിലെ 19/9/2020 ശനിയാഴ്ച 11 മണിക്ക് സ്കൂൾ ഹാളിൽ വെച്ച് നടത്തുകയാണ്. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തും. KSRTC ഡയറക്ടർ ബോർഡ് അംഗം CV വർഗീസ്, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരിക്കും. നിരവധി സേവന സന്നദ്ധ പ്രവർത്തനങ്ങളുമായി മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ച ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ്
ക്യാമ്പസിൽ മീൻ വളർത്തലുമായി വീണ്ടും മാതൃകയാകുന്നു. സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് മത്സ്യകൃഷി നടപ്പാക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് NSS വോളണ്ടിയേഴ്സ് സ്വന്തമായി നിർമ്മിച്ച കുളത്തിൽ മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശ ആന്റണി, സ്കൂൾ മാനേജർ ഫാദർ ആന്റണി മണിയങ്ങാട്ട എന്നിവർ സംരംഭത്തിന്റെ ഉദ്ഘാടനം സംയുക്തമായി നിർവഹിച്ചു. നമ്മൾ തന്നെ ചെയ്തതിന്റെ നമ്മുടെ അധ്വാനത്തിന്റെ ഫലം നമുക്ക് കിട്ടുന്നതിന്റെ ഒരു അഭിമാന സന്തോഷവും കണ്ണാണ് നമ്മൾ വരവേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അച്ഛൻ സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് നീന്തൽ കരയിൽ നിന്ന് പഠിപ്പിച്ചിട്ട് കാര്യമില്ല, വെള്ളത്തിൽ നിന്ന് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ 50 മീനുകൾ വളരുമെന്നാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഭക്ഷ്യസുരക്ഷയും ഭക്ഷ്യ സ്വയം പര്യാപ്തതയും പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായാണ് ഉപ്പുതറ സെന്റ് ഫിലോമിനാസിലെ NSS യൂണിറ്റ് ക്യാമ്പസിൽ മീൻ കൃഷി എന്ന പരിപാടിക്ക് തുടക്കമിട്ടത്. 100-ലധികം മീൻകുഞ്ഞുങ്ങളെ വളർത്തുവാനും കുട്ടികൾക്ക് സ്വന്തം വീടുകളിൽ ഇത്തരത്തിൽ സംരംഭം തുടങ്ങുവാൻ പരിശീലനം നൽകാനും ലക്ഷ്യമിട്ടാണ് NSS യൂണിറ്റ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. അവധിക്കാലത്ത് NSS പ്രോഗ്രാം ഓഫീസർ സജിൻ സ്കറിയയുടെ മേൽനോട്ടത്തിൽ മത്സ്യക്കുളത്തിന്റെ മുഴുവൻ പണികളും വോളണ്ടിയേഴ്സ് തന്നെയാണ് പൂർത്തീകരിച്ചത്. കുഴിയെടുത്ത് തറ നിരപ്പാക്കി പ്ലാസ്റ്റിക് നിരത്തി പടുക വിരിച്ച് മീൻകുളം പൂർത്തിയാക്കിയത് വോളണ്ടിയേഴ്സിന് പുത്തം അനുഭവമായിരുന്നു. പരിപാടികൾക്ക് പ്രിൻസിപ്പൽ മേരിക്കുട്ടി ജോസഫ്, പ്രോഗ്രാം ഓഫീസർ സജിൻ സ്കറിയ, അധ്യാപകരായ സിഞ്ചു സെബാസ്റ്റ്യൻ, സജീഷ് പി ചെറിയാൻ, NSS വോളണ്ടിയേഴ്സ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭാ സാമാജികനായി 50 വർഷം പിന്നിടുമ്പോൾ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കട്ടപ്പനയിൽ ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. പ്രവർത്തകർ മധുരം വിതരണം ചെയ്താണ് ആഘോഷം പങ്കിട്ടത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഉമ്മൻചാണ്ടിയുടെ 50ാം നിയമസഭാ സാമാജികത്വ വാർഷിക ദിനത്തിൽ നടത്തിയത്. കട്ടപ്പനയിൽ കോൺഗ്രസ് പ്രവർത്തകർ രാജീവ് ഭവനിലാണ് ആഘോഷ പരിപാടികൾ നടത്തിയത്. KPCC സെക്രട്ടറി തോമസ് രാജൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ജീവിത പന്താവിലെ എല്ലാ ഏടുകളും എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ധനവാനല്ല ദരിദ്രന്റെ പരിഗണന, നഗരങ്ങളെയല്ല ഗ്രാമങ്ങളെ ഓർക്കുന്നു എന്ന് പറയുന്ന മഹാത്മജിയുടെ വാക്കുകൾ അന്വർത്ഥമാക്കിയ ഒരു മഹാത്മാവായി മാറിയിട്ടുള്ള ബഹുമാനനായ ശ്രീ ഉമ്മൻചാണ്ടി എന്ന് സൂചിപ്പിക്കാതെ നമുക്ക് കടന്നു പോകാനും കഴിയില്ല. തുടർന്ന് പ്രവർത്തകർക്ക് മധുരവും വിതരണം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ലളിതമായ ആഘോഷ ചടങ്ങുകൾ നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോയി ആനിത്തോട്ടം ആഘോഷ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പരിപാടികളിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജോണി കുളമ്പള്ളി, മനോജ് മുരളി, ജോയി പുരുന്നൂലി, അഡ്വക്കേറ്റ് KJ ബെന്നി, തോമസ് മൈക്കിൾ, പ്രശാന്ത് രാജു, സജീവ് KS തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 70ാം ജന്മദിനത്തോടനുബന്ധിച്ച് സേവാ സപ്താഹം ആചരിക്കുന്നതിന്റെ ഭാഗമായി ഉപ്പുതറയിൽ ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. BJP ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെയും മഹിളാ മോർച്ച പഞ്ചായത്ത് കമ്മിറ്റിയുടെയും യുവമോർച്ച പഞ്ചായത്ത് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 70ാം ജന്മദിനാഘോഷങ്ങളോടനുബന്ധിച്ചാണ് BJPയുടെയും വിവിധ പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. പരിപാടികളുടെ ഭാഗമായി ഉപ്പുതറ അംഗൻവാടി, കൃഷിഭവൻ, മൃഗാശുപത്രി എന്നിവിടങ്ങൾ ശുചീകരിച്ചു. തുടർന്ന് ഉപ്പുതറ ആയുർവേദ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരെയും രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച റിട്ടയർഡ് പട്ടാള ഉദ്യോഗസ്ഥരായ ജൂബി ബെൻ മാമൂട്ടിലിനെയും സിബി ജോസഫ് കണ്ണക്കലിനെയും ആദരിച്ചു. ആഘോഷ പരിപാടികൾക്ക് BJP ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ, TK രാജു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TJ ജെയിംസ്, KK രാജപ്പൻ, MS ബിജു, മഹിളാ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ലതിക അനിൽ, മഹിളാ മോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് സജിനി രാജേഷ്, യുവമോർച്ച നിയോജക മണ്ഡലം സെക്രട്ടറി R രാഹുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാരുതി പ്രീമിയം വാഹനങ്ങളുടെ ശ്രേണിയുമായി ഇൻഡസ് മാരുതി നെക്സോയുടെ ഡിസ്പ്ലേ കട്ടപ്പനയിൽ ആരംഭിച്ചു. വെള്ളയാങ്കുടി KSRTC ജംഗ്ഷനിൽ നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന വെള്ളയാങ്കുടി KSRTC ജംഗ്ഷനിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് നെക്സ വാഹനങ്ങൾ കട്ടപ്പനക്കാർക്കായി പരിചയപ്പെടുത്തുന്നത്. സർക്കാരിന്റെ എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചാണ് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. Yes, here we go. കട്ടപ്പനയിലും തൊടുപുഴയിലുമാണ്
നെക്സ ഡിസ്പ്ലേ നടത്തുന്നത്. കട്ടപ്പനക്കാർക്ക് നെക്സ വാഹനങ്ങൾ വാങ്ങുന്നതിനും പരിചയപ്പെടുന്നതിനും ഡിസ്പ്ലേ ഏറെ ഗുണകരമാകുമെന്ന് നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വണ്ടിയാണ് മാരുതി സുസുക്കി. അതിന്റെ പുതിയ വണ്ടിയായ നെക്സയുടെ ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ ആരംഭിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹൈറേഞ്ചിലേക്കുള്ള അവരുടെ ഒരു പ്രയാണത്തിന്റെ ആദ്യപടി എന്നുള്ള നിലയിലാണ് ഈ ഡിസ്പ്ലേ കേന്ദ്രം ഇവിടെ ആരംഭിക്കുന്നത്. മാരുതിയുടെ പ്രീമിയം വാഹനങ്ങളായ ഇഗ്നിസ്, ബെലെനോ, സിയാസ്, XL6, എസ്ക്രോസ് തുടങ്ങി നെക്സ എല്ലാവിധ വാഹനങ്ങളുടെ പ്രദർശനവും ബുക്കിംഗും ടെസ്റ്റ് ഡ്രൈവും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വരുന്ന 6 മാസത്തേക്കാണ് നമ്മൾ കോവിഡ് പ്രോട്ടോകോൾ എല്ലാം പാലിച്ചുകൊണ്ട് നമ്മുടെ ഈ മേഖലയിലേക്ക് നെക്സയുടെ പ്രോഡക്ട്സുകൾ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് ഇനി അവർ മൂവാറ്റുപുഴയ്ക്കോ അല്ലെങ്കിൽ എറണാകുളത്തിലേക്കോ പോകാതെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ടെസ്റ്റ് ഡ്രൈവും ഡിസ്പ്ലേയും ബുക്കിംഗ് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ഡിസ്പ്ലേ സെന്ററിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഒരു 6 മാസത്തേക്കുള്ള ഡിസ്പ്ലേ ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ ഹൈ റേഞ്ച് നിവാസികൾക്കും ഇത് നല്ല രീതിയിൽ ഉപയോഗപ്പെടും എന്ന് നമ്മൾ വിചാരിക്കുന്നു. എല്ലാവിധ ആശംസകളും നമ്മൾ നേരുന്നു. നമുക്കറിയാം 2014 മുതലാണ് നെക്സയുടെ പ്രീമിയം, അത് മാരുതിയുടെ പ്രീമിയം സെഗ്മെന്റായ നെക്സ എന്നൊരു കാറ്റഗറി വന്നത്. നമുക്ക് മാരുതിയുടെ ഒരു പ്രത്യേക വിങ് ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. കസ്റ്റമേഴ്സിന് ഒരു പ്രീമിയം എക്സ്പീരിയൻസ് കൊടുക്കുക, അതുപോലെ തന്നെ പ്രീമിയം ഫീച്ചേഴ്സുള്ള വണ്ടി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നെക്സ എന്നൊരു സെഗ്മെന്റാണ് നമ്മൾ ലോഞ്ച് ചെയ്തത്. 6 മാസത്തേക്കാണ് ഡിസ്പ്ലേ നടക്കുന്നത്. നെക്സ ഡീലർഷിപ്പ് ഹെഡ് ഷഫീസ് മുഹമ്മദ്, അരേന ഡീലർഷിപ്പ് ഹെഡ് രാജേഷ് TR, ഇടുക്കി റീജിയണൽ ഹെഡ് ഹാരൻ ബോസ്, റോയ് ജോർജ് എന്നിവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's Jewelry, കോട്ടയം കട. ഓണത്തിന് ശേഷവും പച്ചക്കറി വിലയിൽ കുറവുണ്ടാകാത്തത് ഉപഭോക്താക്കളെ വലയ്ക്കുന്നു. മിക്ക പച്ചക്കറികൾക്കും 10 രൂപ മുതൽ 30 രൂപ വരെയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഏതിനും പച്ചക്കറിയും 1 കിലോ ലഭിക്കണമെങ്കിൽ 30 രൂപ മുതൽ 60 രൂപയ്ക്ക് മുകളിൽ വരെ വില നൽകേണ്ട സ്ഥിതിയാണ്. ലഭ്യതക്കുറവാണ് വില ഉയരാൻ കാരണമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. പൊതുവിൽ വില കൂടുതലാണ്. ഓണത്തിലേക്കാളും കുറച്ചുകൂടെ വില കൂടുതലാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള ലഭ്യത കുറവാണെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. വളം കഴിഞ്ഞ് എത്ര രൂപയുടെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്? ഓരോ 5 രൂപ 10 രൂപ വ്യത്യാസം വന്നിട്ടുണ്ട്. പൊതുവിൽ കച്ചവടം കുറവാണ്. പോകാൻ പാടാം. ഓണത്തിന്റെ തിരക്ക് കഴിയുന്നതോടെ വില കുറയുമെന്നായിരുന്നു വിലയിരുത്തൽ. എങ്കിലും പ്രതീക്ഷകൾ തെറ്റിച്ചിരിക്കുകയാണ്. 1 കിലോ ബീൻസിന് 60 രൂപ മുതൽ 72 രൂപ വരെയാണ് ഇപ്പോൾ വില. ക്യാരറ്റ്, തക്കാളി, വെണ്ടയ്ക്ക, കോവയ്ക്ക, പച്ചമുളക്, ഉള്ളി എന്നിവയ്ക്ക് 50 രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ വില. ബീട്രൂട്ട് 30, സവോള 35, കിഴങ്ങ് 45, ക്യാബേജ് 36 എന്നിങ്ങനെയാണ് ചില്ലറ വിൽപ്പന വില. 9 മാസം മുൻപ് ജനുവരിയിൽ രേഖപ്പെടുത്തിയിരുന്നതിന് സമാനമായ വിലക്കയറ്റമാണ് ഇപ്പോഴുള്ളത്. അത് കാരണം ഈ കൊറോണയുടെ പ്രശ്നം തന്നെയാണ്. കൊറോണ കാരണം കൃഷി കുറവ്, മാർക്കറ്റിൽ ഉൽപാദനം കുറവ്, ചെലവ് കൂടുതൽ. ഇപ്പം ഒസൂർ, മൈസൂർ മാർക്കറ്റിൽ നിന്ന് വരുന്നത്. അല്ല, തമിഴ്നാട്ടിൽ കുറവാണ്, പച്ചക്കറി കുറവാണ്. ആകെക്കൂടി അവിടെയുള്ള പടവലം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മറ്റേ പാവയ്ക്ക, ഇങ്ങനെയുള്ള മറ്റെല്ലാം മൈസൂറാണ്. അന്നത്തെ അപേക്ഷിച്ച് ചുരുക്കം ഇനങ്ങളുടെ വിലയിൽ കുറവ് ഉണ്ടെങ്കിലും ചില പച്ചക്കറിയുടെ വിലയിൽ വൻ വർധനവാണ് വന്നിട്ടുള്ളത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം വാങ്ങുന്ന ഉൽപ്പന്നത്തിന്റെ അളവ് പകുതിയിൽ താഴെയാക്കിയും ചില ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കിയും പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടും സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റുകയാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's Jewelry, കോട്ടയം കട. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's Jewelry, കോട്ടയം കട. പുറ്റടി സ്പൈസസ് പാർക്കിൽ നടന്ന കാർഡമം പ്ലാന്റേഷൻ മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏലക്കാലയിലെ വിവരം. ആകെലോട്ട് 317, വിൽപ്പനയ്ക്ക് വന്നത് 96,435, വിൽപ്പന നടന്നത് 95,312. കൂടിയ വില 2008, ശരാശരി വില 1560. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 325 രൂപ, ഏലം കൂടിയ വില 1650, ഏലം ശരാശരി വില 1520. കാപ്പിപ്പരിപ്പ് 126, ഗ്രാമ്പു 500, കൊക്കോ 22, റബ്ബർ 130. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 4760 രൂപ, വെള്ളി 68.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, 69 years of service. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈനിങ്ങിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. Ladies wear, gents wear and kids wear in all categories. Gayatri Designs Wedding Center, Kattapana, Thodupuzha. ജില്ലയിൽ 100 പുതിയ കോവിഡ് രോഗബാധിതർ. 73 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നത് 624 പേർ. പൈനാവ് താന്നിക്കണ്ടം മണിയറൻകുടി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണത്തിനും കൂടി പ്രാധാന്യമുള്ള വികസന പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ നടപ്പാക്കുന്നതെന്ന് മന്ത്രി ജി സുധാകരൻ. മന്ത്രി KT ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിനു നേരെ പോലീസ് ലാത്തി വീശി. നിരവധി പ്രവർത്തകർക്ക് പരിക്ക്. മാലിന്യ സംസ്കരണ മേഖലയിലെ മികവിന് കട്ടപ്പന നഗരസഭയ്ക്ക് അംഗീകാരം. നഗരസഭയെ സമ്പൂർണ്ണ ശുചിത്വ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി നിർവഹിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.